ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് വരെ കാണാത്ത വിധം ഗുരുതരമായ ഒരു അധികാര പ്രതിസന്ധിയിലൂടെയും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലൂടെയുമാണ് കടന്നു പോകുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സമ്മേളനം ഔദ്യോഗികമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ പ്രൊറോഗേഷൻ വിജ്ഞാപനം പുറത്തുവരാത്തത് കേവലം ഒരു സാങ്കേതിക കാലതാമസമല്ല, മറിച്ച് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന BJPയുടെ രാഷ്ട്രീയ നിഗൂഢതകൾ തന്നെയാണ്. സമീപകാലത്ത് ഉയർന്നു വന്ന വൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും വിദ്യാർത്ഥി യുവജന മുന്നേറ്റങ്ങൾക്കും ഒടുവിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പോലെ ഒരു പ്രമുഖന്റെ മന്ത്രിസഭയിൽ നിന്നുമുള്ള രാജിവെക്കേണ്ടി വന്ന അവസ്ഥയ്ക്കും BJPക്ക് ഭരണതലത്തിൽ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല എന്ന് വിലയിരുത്തണം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായിട്ട് അപ്രമാദിത്വത്തിന്റെ കൊടുമുടിയിൽ നിന്നിരുന്ന മോദിയും അമിത്ഷായും പാർലമെന്റിന്റെ അകത്തേക്ക് പോലും വരാൻ മടിക്കുന്ന തരത്തിൽ ഭരണപക്ഷം തകർന്നടിഞ്ഞിരിക്കുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വൻ പരാജയം സംഭവിക്കുമെന്ന ഭയമാണ് ഈ അപ്രതീക്ഷിത പിൻവാങ്ങലിനും സഭ അവസാനിപ്പിക്കാത്തതിനും പിന്നിലുള്ള പ്രധാന കാരണം എന്നാണ് പറയുന്നത്. ഇത്തരമൊരു ഭയത്തിൽ നിന്നും രക്ഷപ്പെടുവാനും അധികാരം ആജീവനാന്തകാലം നിലനിർത്തുവാനുമായി BJP കേന്ദ്രങ്ങൾ പുതിയൊരു നിഗൂഢ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. 3-2 ഭൂരിപക്ഷം തികയ്ക്കാൻ മറ്റ് പാർട്ടികളിലെ ജനപ്രതിനിധികളെ ചാക്കിട്ട് പിടിക്കുവാനും അതിലൂടെ സഭയിൽ അനുകൂല അന്തരീക്ഷം ഉണ്ടാക്കി മണ്ഡല പുനർനിർണയം തങ്ങൾക്ക് പാകത്തിന് നടത്താനുമാണ് സർക്കാർ ഇപ്പോൾ തന്ത്രം മെനയുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്ക് വീണ്ടും വിജയം ഉറപ്പാക്കാൻ സാധിക്കുന്ന രീതിയിൽ മണ്ഡലങ്ങളുടെ അതിരുകൾ വിഭജിക്കുക, കൂടുതൽ സീറ്റുകൾ തങ്ങൾക്ക് ശക്തിയുള്ള മേഖലയിൽ പുനഃസൃഷ്ടിക്കുക എന്തൊക്കെയാണ് അണിയറ നീക്കങ്ങൾ പിന്നിലുള്ളത്. ഇതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മോദിയുടെ കൂട്ടിലേക്ക് ഓടിക്കയറുന്നതും സഭയ്ക്കുള്ളിൽ അമിത്ഷായെ അടക്കം ചോദ്യം ചെയ്യുന്നതുമായ കലുഷിതമായ അന്തരീക്ഷം രൂപപ്പെട്ടതും. രാജ്യസമ്മർദ്ദങ്ങൾക്കിടയിലും വിജ്ഞാപനങ്ങളിൽ രാഷ്ട്രപതി ഒപ്പുവെക്കാതെ അനിശ്ചിതത്വം നീളുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ മുന്നണിയിലെ നിർണായക ശക്തികൾ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ പ്രതിരോധമാണ് ഉയർത്തുന്നത്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും അടക്കം മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളും ഇന്ത്യ സഖ്യവും ഈ ജനവിരുദ്ധ നീക്കങ്ങളെ ഒറ്റക്കെട്ടായിട്ട് തെരുവിൽ നേരിടാൻ ഉറച്ചു നിൽക്കുന്നു. പാർലമെന്ററി നടപടികളെയും ഭരണഘടനാ തത്വങ്ങളെയും കാറ്റിൽ പറത്തി അധികാരം കൊതിക്കുന്നവരുടെ കുതന്ത്രങ്ങൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന ശക്തമായ സന്ദേശമാണ് പ്രതിപക്ഷം നൽകുന്നത്. ജനങ്ങളുടെ വോട്ടവകാശത്തെയും സഭയുടെ പൗത്രതയെയും അട്ടിമറിച്ച് മണ്ഡല വിഭജനത്തിലൂടെ അധികാരം ശാശ്വതമാക്കാൻ നടത്തുന്ന ഈ രാഷ്ട്രീയ നീക്കത്തിനെതിരെ നിയമപരമായും ജനകീയമായുമുള്ള പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും.